ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് അറബിക് സ്പെഷ്യലായിട്ടുള്ള കപ്സിൻ്റെ റെസിപ്പിയാണ്, ചിക്കൻ കപ്സ. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കപ്സ മസാല ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയും കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ഫീഡ്ബാക്കൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫൈഹാസ് കിച്ചൺ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ കപ്സ മസാലയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലി, പിന്നെ അതുപോലെ തന്നെ 2 ടീസ്പൂൺ അളവിൽ കുരുമുളക്, ഒരു തക്കോലം, പിന്നെ 2 വറ്റൽമുളക്, ഞാൻ ഉണ്ടമുളകാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ഒരു മീഡിയം സൈസിലുള്ള 2 പട്ട, പിന്നെ ഒരു ചെറിയ ഉണക്ക നാരങ്ങയുടെ ഒരു പകുതി, അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്, പിന്നെ 2 ബേ ലീഫ്, ഒരു 7 ഏലക്ക, പിന്നെ അതുപോലെ തന്നെ ഒരു 5 ഗ്രാമ്പൂ, ഒരു ചെറിയ പീസ് നട്ട്മഗ്, ജാതിക്ക, പിന്നെ അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം. ഇത്രയാണ് നമുക്ക് ഈ ഒരു കപ്സ മസാല തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം 2 ടേബിൾ സ്പൂൺ അളവിൽ പച്ചമല്ലി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 2 ടീസ്പൂൺ കുരുമുളക്, 3/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം, പിന്നെ ബാക്കിയുള്ള സ്പൈസസ് എല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അധികം അങ്ങോട്ട് റോസ്റ്റായി മൂത്ത് പോവേണ്ട. അപ്പോൾ നമ്മുടെ ഈ മസാലയ്ക്ക് ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ ചെറുതായിട്ടൊന്ന് നമുക്കിത് പൊടിച്ചെടുക്കാൻ പാകത്തിന് റോസ്റ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്സ മസാല റെഡി ആയിട്ടുണ്ട്. അധികം പൊടിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ കപ്സ മസാല ഉണ്ടാവും. നമുക്കിപ്പോൾ ഈ ഒരു കപ്സ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് എടുത്ത് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് കപ്സ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതേപോലത്തെ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ അളന്നെടുത്തിട്ടുള്ളത് 3 ഗ്ലാസ് ബസ്മതി റൈസ്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട ടൊമാറ്റോ ഒന്ന് പേസ്റ്റ് ആക്കിയെടുക്കാം, പ്യൂരിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതാക്കി മുറിച്ച് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് പ്യൂരിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് കപ്സ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിലും യൂസ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ ബട്ടറും കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ കപ്സയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ബട്ടർ ഉണ്ടെങ്കിൽ മാക്സിമം ചേർക്കുക. പിന്നെ അതുപോലെ തന്നെ മീഡിയം സൈസിലുള്ള 2 സവാള നമുക്ക് അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ഏലക്ക, പിന്നെ അതുപോലെ തന്നെ ഒരു 3 പട്ട, 2 ബേ ലീഫ്, ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക്, ഒരു 4 ഗ്രാമ്പൂ, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ നമുക്ക് ഈ ഒരു സവാളയിലേക്ക് ഒന്ന് ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഇത് നിങ്ങൾക്ക് ബട്ടർ ചേർത്ത ഉടനെ വേണമെങ്കിൽ ചേർക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നമുക്കൊരു 3 വെളുത്തുള്ളി, അത് മുഴുവനോടെ തന്നെ എടുത്തിട്ടുള്ളത്, ചതച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കന് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. കഴുകി വെച്ചിട്ടുള്ള ചിക്കനോടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സവാളയും അതുപോലെ തന്നെ ഈ സ്പൈസസിലൊക്കെ കിടന്നിട്ട് ഈ ബട്ടറിലൊക്കെ കിടന്ന് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക.
ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കബ്സ മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഈ ഒരു സ്റ്റേജിൽ 2 ടേബിൾ സ്പൂൺ അളവിലാണ് കബ്സ മസാല ആഡ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ഒരു ടേബിൾ സ്പൂണ് നമ്മൾ റൈസ് ഉണ്ടാക്കി എടുക്കുമ്പോഴാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ ഒരു ചിക്കൻ്റെ മാഗി ക്യൂബും കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വേണം നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ നന്നായിട്ട് മസാലയിലൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ ഓറഞ്ചിൻ്റെ സിസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി മാത്രം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വൈറ്റ് പോർഷൻ വിടാതെ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റൈസിന് ഒരു കയ്പ്പ് ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു ഉണക്കനാരങ്ങ ചെറുത് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഹോളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ നാരങ്ങയുടെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ടൊമാറ്റോ പ്യൂരും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് അളവിലാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ അത് ചേർക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ 3 ഗ്ലാസ് അരിയാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് 4.5 ഗ്ലാസ് വെള്ളമാണ്. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള അളവിൽ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് നല്ലൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ നമ്മളെ ചിക്കനും വെള്ളവും ഒക്കെ കൂടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ ചിക്കൻ്റെ ഓരോ പീസസ് ആയിട്ട് മാറ്റിയെടുക്കാം. വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ചിക്കൻ എല്ലാ പീസും ഞാൻ മാറ്റിയെടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അരിയോടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ അളവിൽ കബ്സ മസാലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 3 പച്ചമുളക്, അത് മുഴുവനോടെയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്താൽ മതി. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു കപ്സക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ആഡ് ചെയ്യാം. ക്യാരറ്റ് ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിലാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നമുക്കിത് വേവുന്നത് വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് കപ്സൊക്കെ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ ചിലപ്പോൾ സെൻറ്ററും ഒന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു അയൻ്റെ ഒരു തവ അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അടിയിൽ പിടിക്കുന്ന ഒരു പ്രശ്നം വരില്ല. ഇപ്പോൾ നമ്മുടെ കപ്സ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ഇനി നമുക്കിത് അടച്ച് വെച്ച് വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി വെച്ചാൽ തന്നെ ഇതിൽ ബാക്കിയുള്ള വെള്ളം കൂടെ ഒന്ന് വറ്റിയിട്ടൊന്ന് ഡ്രൈ ആയിട്ട് ഓരോ അരിയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു പാന് ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ബദാമും അതുപോലെ തന്നെ കുറച്ച് കിസ്മിസും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ പിസ്ത ഒക്കെ ചേർക്കാം. ഇനി നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതേ ഒരു പാനിൽ തന്നെ ഞാൻ ഒരു ചെറിയ 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ബട്ടർ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. അതുപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് നമ്മുടെ ഈ ചിക്കന് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബട്ടർ ചേർക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ എക്സ്ട്രാ മസാല ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ നേരത്തെ വേവിച്ചെടുക്കുമ്പോൾ ചേർത്ത മസാല തന്നെ മതിയാവും. നമ്മുടെ ചിക്കനൊക്കെ നല്ല ഫ്ലേവർ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മസാല ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് വീട്ടിൽ തന്നെ നമുക്ക് കബ്സ മസാല ഒക്കെ തയ്യാറാക്കിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓറഞ്ചിൻ്റെ സെസ്റ്റൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നമ്മുടെ ഈ റൈസിന് ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.